SOG കമാൻഡോ വിനീതിന്റെ ആത്മഹത്യയിൽ ക്യാമ്പിലെ കമാൻഡോകളുടെ മൊഴിയെടുത്തു. അന്വേഷണ സംഘമാണ് മൊഴിയെടുത്തത്. അസിസ്റ്റന്റ് കമാൻഡന്റ് അജിത്തിന് വിനീതിനോട് വ്യക്തിവൈരാഗ്യമെന്ന കമാൻഡോകളുടെ മൊഴി. ട്രെയിനിങ്ങിനിടെ കുഴഞ്ഞു വീണ സുനീഷിനെ സഹായിക്കാൻ സഹപ്രവർത്തകർ ശ്രമിച്ചെങ്കിലും AC അജിത്ത് തടഞ്ഞിരുന്നു. ഇതിനെതിരെ വിനീത് ശബ്ദിച്ചതാണ് വ്യക്തിവൈരാഗ്യത്തിന് കാരണമെന്നും ഉദ്യോഗസ്ഥരുടെ മൊഴി. ശിവദാസ് കന്മനം ചേരുന്നു വിവരങ്ങളുമായി. ശിവദാസ്, ഈ ട്രെയിനിങ് എത്രത്തോളം ദുഷ്കരമായിരുന്നു, എത്രത്തോളം പ്രശ്നങ്ങൾ അവിടെ ക്യാമ്പിലെ ഓരോ കമാൻഡോകൾക്കും ഉണ്ടാക്കിയിരുന്നു എന്നുള്ളതാണ് ഓരോരുത്തരുടെയും മൊഴിയിൽ നിന്ന് മനസ്സിലാകുന്നത്. ഈ വ്യക്തിവൈരാഗ്യമാണ് ഇതിലേക്ക് നയിച്ചത് എന്ന് വ്യക്തമാവുകയാണോ? തീർച്ചയായും അത്തരത്തിൽ കൃത്യമായൊരു വ്യക്തിവിരോധം തന്നെയാണ് ഇപ്പോൾ വിനീതിന്റെ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. അല്പസമയം മുൻപ് അന്വേഷണ സംഘം കമാൻഡോകളുടെ വിനീതിന്റെ സഹപ്രവർത്തകരായ കമാൻഡോകളുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ഈ മൊഴിയിലാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്ത് പറയുന്നത്. അതായത് അജിത്തിന് വിനീതിനോട് വ്യക്തിവിരോധം ഉണ്ട്. 2021 വിനീതിന്റെ അടുത്ത സുഹൃത്തായിരുന്ന സുനീഷ് ഇവിടെ SOG ക്യാമ്പിൽ വെച്ച് ട്രെയിനിങ്ങിനിടെ കുഴഞ്ഞു വീണിരുന്നു. ആ സമയത്ത് സുനീഷിനെ ആശുപത്രിയിൽ എത്തിക്കാൻ വേണ്ടി മറ്റ് സഹപ്രവർത്തകർ ശ്രമിച്ചെങ്കിലും അജിത്ത് സമ്മതിച്ചിരുന്നില്ല. ഇതിനെതിരെ വിനീത് ശബ്ദം ഉയർത്തി. പിന്നീട് സുനീഷ് മരിക്കുകയും ചെയ്തിരുന്നു. ഈ സംഭവത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം വിനീതിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ഇതിനെതിരെ ശബ്ദം ഉയർത്തുകയും ചെയ്തു. ഇതിനെ തുടർന്നാണ് പിന്നീട് അജിത്തിന് വിനീതിനോട് ഒരു വ്യക്തിവിരോധം ഉണ്ടായത്. അതിന്റെ തുടർച്ചയായി തന്നെ പല രീതികളിലും വിനീതിനെ ഉപദ്രവിക്കുന്നത് ഒരു ശീലമാക്കിയിരുന്നു. ഇതുതന്നെയാണ് അല്പസമയം മുൻപ് വിനീതിന്റെ കൂടെ ഉണ്ടായിരുന്ന സഹപ്രവർത്തകർ അന്വേഷണ സംഘത്തിനും നൽകിയ മൊഴി. വിനീത് അതിനെ തോൽപ്പിക്കാനുള്ള ഇതിൽ അടക്കം AC അജിത്ത് ഇടപെട്ടു എന്നാണ് ഇപ്പോൾ കമാൻഡോകൾ നൽകിയിരിക്കുന്ന മൊഴി. എന്തായാലും വലിയ രീതിയിലുള്ള ക്രൂരമായ പീഡനമാണ് ഇവിടെ ക്യാമ്പുകളിൽ ഉള്ളവർ അനുഭവിക്കുന്നത് എന്ന് തെളിയിക്കുന്നതാണ് കമാൻഡോകളുടെ ഇപ്പോൾ പുറത്തു വന്ന ഈ മൊഴി. ഇതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണ സംഘം കൂടുതൽ പേരെ ചോദ്യം ചെയ്യാനുള്ള ഒരു ഒരുക്കത്തിൽ തന്നെയാണ്. നമുക്കറിയാം, ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങളെല്ലാം തന്നെ നമ്മൾ പുറത്തുവിട്ടിരുന്നു. ക്യാമ്പിൽ നടക്കുന്ന ക്രൂരമായ പീഡനങ്ങളും അതോടൊപ്പം തന്നെ കഠിനമായ പരിശീലനവും എല്ലാം തന്നെ നമ്മൾ പുറത്തുവിട്ടിരുന്നു. ചെറിയ ഒരു സമയ പരിമിതിയിൽ മാത്രമാണ് അന്ന് വിനീത് ഈ ക്യാമ്പിൽ നടത്തിയിരുന്ന ഈ ഒരു പരിശീലനത്തിൽ ഓട്ട മത്സരത്തിൽ പരാജയപ്പെട്ടത്. ചെറിയ സെക്കൻഡിന്റെ വ്യത്യാസത്തിൽ പരാജയപ്പെട്ട വിനീതിനെ അന്ന് പരാജയപ്പെടുത്തുകയാണ് ഉണ്ടായത്. അതിനുശേഷം അദ്ദേഹത്തിന് മെമ്മോ നൽകി. ഇതിനെ തുടർന്ന് ഇക്കഴിഞ്ഞ 16-ാം തീയതി മുതൽ ഒരു മാസം നീണ്ടു നിൽക്കുന്ന അതികഠിനമായ ഒരു പരിശീലനത്തിന് വിനീതിനെ അയക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു മേലുദ്യോഗസ്ഥർ ഉണ്ടായിരുന്നത്. ഈ സമയത്താണ് വിനീത് സ്വയം വെടിവെച്ച് ആത്മഹത്യ ചെയ്തത്. അതായത് അതിക്രൂരമായ പീഡനവും അതോടൊപ്പം തന്നെ മാനസികമായി സമ്മർദ്ദം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഇടപെടലുമാണ് മേലുദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഈ ക്യാമ്പിൽ ഉണ്ടായിരിക്കുന്നത് എന്നതിന്റെ കൂടുതൽ തെളിവുകൾ കൂടിയാണ് ഇപ്പോൾ ഈ ഒരു കമാൻഡോകളുടെ മൊഴിയിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. വീണ, ശരി ശിവദാസ്. SOG കമാൻഡോ വിനീതിന്റെ ആത്മഹത്യയിൽ ക്യാമ്പിലെ കമാൻഡോകളുടെ മൊഴിയെടുത്തു. അതിൽ നിന്ന് വ്യക്തമായത് അസിസ്റ്റന്റ് കമാൻഡന്റ് അജിത്തിന് വിനീതിനോട് വ്യക്തിവൈരാഗ്യം ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ്. കമാൻഡോകൾ അങ്ങനെയാണ് മൊഴി നൽകിയത്.